അച്ഛൻ്റെ പ്രായമുള്ള പ്രമുഖ മലയാളി സംവിധായകൻ മുറിയിലേക്ക് വിളിച്ച് എന്നെ ദുരുപയോഗം ചെയ്തു, വെളിപ്പെടുത്തി നടി അശ്വനി. മണിച്ചിത്രത്താഴ്, ധ്രുവം അടക്കമുള്ള ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രുദ്ര എന്ന അശ്വനി നമ്പ്യാർ. ഇപ്പോൾ ഇതാ ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അശ്വനി നമ്പ്യാർ പറയുന്ന കാര്യങ്ങളാണ് വൈറലാകുന്നത്. മലയാള സിനിമാ സംവിധായകനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടി നടത്തിയിരിക്കുന്നത്. മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകൻ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് അശ്വനിയുടെ ആരോപണം. ഇത്രയും വർഷമായി ഈ വിഷയത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ഇതേക്കുറിച്ച് ഒരു TV ഷോയിൽ ആദ്യമായി സംസാരിച്ചത്. അത് കാസ്റ്റിംഗ് കോച്ചാണെന്ന് പറയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ താൻ പെട്ടുപോയി എന്നേ പറയാനൊക്കൂ. ആളുടെ പേര് താൻ പറയുന്നില്ല, മറന്ന് മാപ്പ് കൊടുക്കാം, അശ്വനി പറഞ്ഞു. അയാൾ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അക്കാലത്ത് താൻ എവിടെ പോയാലും അമ്മ കൂടെ ഉണ്ടാകുമായിരുന്നു. അമ്മ ഒരു ഉരുക്കു വനിതയായിരുന്നു. അന്നത്തെ ദിവസം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. തന്നോട് ഹെയർ ഡ്രസ്സർ ആ സ്ത്രീക്കൊപ്പം പോയി വരാൻ പറഞ്ഞു. ആ സംവിധായകന്റെ ഓഫീസും വീട്ടിൽ തന്നെയായിരുന്നു. താഴെ ഓഫീസും മുകളിൽ വീടുമായിരുന്നു. ഞങ്ങൾ ഓഫീസിൽ അദ്ദേഹത്തെ കാത്തിരുന്നു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം മുകളിലാണ്, അങ്ങോട്ട് പോയി കണ്ടോളൂ എന്ന്. ഒപ്പം വന്ന സ്ത്രീ മുകളിലേക്ക് വന്നില്ല. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. മുകളിൽ പോയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ തന്നെ അയാൾ മുറിക്ക് അകത്തേക്ക് വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെ ഞാനൊരു സിനിമ ചെയ്തിട്ടുള്ളതാണ്. മലയാള സിനിമയായിരുന്നു. പരിചയമുള്ള ആളായതുകൊണ്ട് താൻ മുറിക്കകത്തേക്ക് പോയി. മുറിയിൽ വെച്ച് അയാൾ തന്നോട് മോശമായി പെരുമാറി. മുറിക്കകത്തേക്ക് പോയതുപോലെയല്ല താൻ തിരികെ വന്നത്. എന്താണ് നടന്നതെന്ന് തനിക്ക് മനസ്സിലായില്ല. താനാണോ തെറ്റ് ചെയ്തത് അതോ അയാളാണോ, ഞാൻ അവസരം കൊടുത്തതാണോ എന്നൊക്കെ ഉള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു. താഴെ വന്ന് ഒപ്പം വന്ന സ്ത്രീയോട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു എന്തു പറ്റി, ആകെ വിഷമിച്ചിരിക്കുന്നു എന്ന്. അമ്മയോട് എന്തു പറയണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇത്രനാൾ ഒരു ബോഡി ഗാർഡിനെ പോലെ തന്നെ സംരക്ഷിച്ചത് അമ്മയായിരുന്നു. അമ്മയോട് എങ്ങനെ പറയും തനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന്. പക്ഷെ പറയാതെ വേറെ വഴിയില്ലായിരുന്നു. അമ്മയോട് താൻ കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് സഹിക്കാനായില്ല, തകർന്നു പോയി. അമ്മ കുറേ കരഞ്ഞു. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അമ്മയെ താൻ വേദനിപ്പിച്ചു എന്നായിരുന്നു തൻ്റെ തോന്നൽ. അങ്ങനെ അന്ന് രാത്രി താൻ ഉറക്ക ഗുളിക എടുത്ത് കഴിച്ചു. ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം അമ്മ പറഞ്ഞു, ഇത് നിന്റെ തെറ്റല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അത് അയാളുടെ തെറ്റാണെന്ന്. അയാൾ തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു. അതൊരു വലിയ പാഠമായിരുന്നു. ആ സംഭവം തന്നെ കരുത്തിയാക്കി. അതിനുശേഷം അമ്മയുടെ തുണി ഇല്ലാതെ തന്നെ പതുക്കെ പതുക്കെ ഷൂട്ടിനൊക്കെ പോയി തുടങ്ങി. എന്ത് വന്നാലും നേരിടും എന്നൊരു ധൈര്യം കിട്ടിയത് അതിനുശേഷമാണെന്നും അശ്വനി നമ്പ്യാർ പറഞ്ഞു.